യു ഹാവ് ഓൺലി വൺ ലൈഫ്. നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾ എങ്ങനെ എടുക്കണം എന്നുള്ളത്. അന്ന് എനിക്ക് കിട്ടിയ അവസരത്തിനെ ഞാൻ ഉപയോഗിക്കുക ചെയ്തേ. എൻ്റെ ഒപ്പം നിൽക്കുന്നവരുണ്ടായിരുന്നവർ എൻ്റെ സുഹൃത്തുക്കൾ സൂപ്പർ സ്റ്റാറായിട്ട് നിൽക്കുന്നത്. ഞാൻ നിന്നാൽ എന്താ അവരെന്താ, എനിക്കതിൻ്റെ നേട്ടം മതിയല്ലോ. തുടക്കകാലത്തിൽ നമുക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു ടെക്നീഷ്യൻ ഉണ്ടെന്നോ ഒരു ക്യാമറമാൻ ഉണ്ടെന്നോ എഡിറ്റർ ഉണ്ടോന്നോ ഒന്നും നമ്മൾ ചിന്തിക്കാറില്ല. സിനിമ ഉണ്ടാക്കപ്പെടുന്നു, ആ സിനിമയിൽ നമ്മൾ നായകനാണ്. ഞങ്ങളൊരു ഫാമിലിയാണ്. ഞങ്ങൾക്ക് ഒറ്റ ചിന്തയുള്ളൂ, സിനിമ ഇൻഡസ്ട്രി ഉണ്ടായാലേ ഞങ്ങളുള്ളൂ. ഇത് ഇന്ന് തൊട്ട് തുടങ്ങിയാണ്. 30 വർഷം മുമ്പ് തൊട്ട് നമ്മൾ തുടങ്ങിയല്ലേ ഈ കൂട്ടായ്മ തുടങ്ങിയിട്ട് ഇപ്പോൾ 30 വർഷമായില്ലേ. ഈ 30 വർഷവും നമ്മൾ വന്നിട്ടുള്ളതിനകത്തേക്ക് അതിന് ആൾക്കാരെ കംഫർട്ട് ലെവലായിട്ടല്ലേ നിൽക്കണേ എല്ലാവരും. പിന്നെന്താ ഇരിക്കണേ, ഒരു കുടുംബം, ഒരു അമ്മ ചെയ്യേണ്ട എല്ലാം വന്ന് അതൊരു കളക്റ്റീവ് മൂവ്മെൻറ്റാണ്, ഒരു പ്രതീകമാണ് അമ്മ എന്നുള്ളത് ഒരു പ്രതീകമാണ്. ആ പ്രതീകം ഇന്നും അതിനകത്ത് നിലനിൽക്കുന്നിടത്തോളം അമ്മ തന്നെയാണ് അത്. അല്ലെങ്കിൽ തമ്മിത്തല്ലി പിരിഞ്ഞു പോകുന്നതിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ അതിൻ്റെ പ്രശ്നങ്ങളെ നമ്മൾ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊരിക്കലും തമ്മിത്തല്ലി പോ എന്നല്ല പറയുക. നമ്മൾ ആഘോഷങ്ങൾ ഉണ്ടാക്കിയേക്കണതെല്ലാം കൂട്ടായിട്ട് ചേരാൻ വേണ്ടിയാണ്. അത് ഈവൻ ക്രിക്കറ്റ് കളി കാണുമ്പോൾ തന്നെ വന്നിട്ട് നമ്മൾ അവിടെ പോകുന്നതിനാ ഒരു കൂട്ടായിട്ട് വെച്ചെടുക്കണം. തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതിനാ ഒരു കൂട്ടായിട്ട് ആഘോഷിക്കാനാണ്, അല്ലേ? തനിച്ച് കണ്ട സുഖമാവില്ല എന്ന് പറയും, അല്ലേ? ഒരു ജനറേഷൻ ഗ്യാപ്പ് ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ വന്നിട്ട് പലതാണ്. മലയാളിക്ക് അത് അറിയാം, മലയാളിക്ക് ഒരുമിച്ച് വരാൻ അറിയാം. മലയാളി അത് കാണിച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളപ്പൊക്കത്തിൽ കണ്ടു, അത് വയനാട് കണ്ടു. ആശ്ചര്യത്തോടെ നോക്കുന്ന രീതിയിലേക്ക് നമ്മൾ ഒത്തൊരുമിച്ച് നമ്മൾ തോളോട് കൊടുത്ത് നമ്മൾ എന്നിട്ട് നമ്മൾ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. 80 തുടങ്ങിയിട്ട് 92 ഏറെക്കുറെ ആക്റ്റീവ് ഫേസ് അവസാനിപ്പിച്ചല്ല. ഇപ്പോഴെങ്കിലും റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ? എന്തിനാ അന്ന് നിന്നെങ്കിൽ എനിക്ക് ഒരു കുറേ എന്താ പറയാ കുറേയും കൂടി വലിയ ഫാൻ ഫോളോയിങ് ഒക്കെ ഉള്ള എന്തായിട്ട് കാണും എന്നെ? ഞാൻ എന്തായിത്തീരും? ഞാൻ തിരിച്ചൊന്ന് മനസ്സിലായിക്കോട്ടെ. ഞാൻ എന്തായിത്തീരും? ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ എന്താവും മാക്സിമം? എനിക്ക് തോന്നുന്നു കുറേ കൂടി മോഹൻലാൽ സാറൊക്കെ അറ്റൈൻ ചെയ്തൊരു ഒരു ഫേസ് ഓഫ് കരിയർ ഉണ്ടല്ലോ. നമ്മൾ ഡാൻസും ചെയ്യും, കോമഡിയും ചെയ്യും. അപ്പുറത്ത് ഇപ്പൊ എനിക്കൊന്ന് അവസാനിപ്പിക്കുമ്പോ രുദ്രൻ ചെയ്തോണ്ടിരിക്കല്ലേ, വില്ലനും ചെയ്യും. അപ്പൊ ആ ഒരു കൈൻഡ് ഓഫ് സാധനം കിട്ടിയാനെ അവിടെ നിന്നനെ അല്ലേ. ഞാനിപ്പോൾ ചെയ്ത എന്തൊക്കെയാണ് അത് കഴിഞ്ഞ് വിട്ടിട്ട് നിങ്ങളൊന്ന് ആലോചിക്കുക. ഞാനിപ്പോൾ ചെയ്ത എന്തൊക്കെയാണ്? ഞാനൊരു ഇന്റീരിയർ ഡിസൈനറായിട്ട് സ്റ്റീൽ സ്ട്രക്ചർ ചെയ്ത് എനിക്ക് കൺസ്ട്രക്ഷൻ മാനേജർ ഒരു മാസ്റ്റർ സർട്ടിഫിക്കറ്റ് വേൾഡ് കമ്മിറ്റി യൂസ് ചെയ്ത് ഞാൻ അതേപോലെ തന്നെ ഫിലിം ഫെസ്റ്റിവൽസ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. എൻ്റെ ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്, ദ ഫ്യൂച്ചർ ഓഫ് സിനിമ എന്നുള്ള. എൻ്റെ 2 ബുക്ക് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നുണ്ട് വന്നിട്ടുള്ളത്. അത് വന്നിട്ട് വിഷ്വൽ ലിറ്ററസിയെ കുറിച്ചിട്ടുള്ള ഒരു സാധനം ഞാനിവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു യൂണിഫൈഡ് സ്ക്രീൻ പ്ലേ റൈറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു ബുക്ക് വരുന്നുണ്ട്, ന്യൂറോ സയൻസ് ബേസ് ചെയ്തിട്ടുള്ള സംഭവത്തിന്. അപ്പോൾ അത് ഞാൻ അത് ഞാൻ പിന്നെ പറയാം. എൻ്റെ സബ്ജക്റ്റ് അതാണ്, ഓക്കെ. കോഗ്നേറ്റീവ് തിയറിയാണ് ആക്ച്വലി. ഞാൻ അതാണ് സിനിമ പഠിച്ചത് ആക്ച്വലി. ഡേവിഡ് ബോൾഡിനായിരുന്നു ആദ്യം ഈ കോഗ്നേറ്റീവ് തിയറി അമേരിക്കയിൽ കൊണ്ടുവന്നത്. 90s ഞാനിവിടെ നിന്ന് പഠിത്തം അപ്പോസ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഈ നല്ല ലൈബ്രറി ഉണ്ട് സിനിമ പഠിക്കാൻ, സിനിമ കാണാൻ, സിനിമ വ്യത്യസ്തമായിട്ട് കാണാനായിട്ട്. ഇത്തരം ഒരു മേഖലയിലൂടെ എനിക്ക് സഞ്ചരിക്കാൻ പറ്റുമോ? പറ്റില്ല. യു ഹാവ് ഓൺലി വൺ ലൈഫ്. നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾ എങ്ങനെ എടുക്കണം എന്നുള്ളത്, അല്ലേ? അതെ, അതാണ്. നിങ്ങൾ കാണുന്ന ഒരു സക്സസ് അല്ല ഞാൻ എൻ്റെ ലൈഫിൽ എന്നെ കാണിക്കുന്നത്, അല്ലേ? ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്നൊരു കാര്യത്തിനകത്തേക്ക് ഇപ്പോൾ ഞാൻ പറയുന്നതാണ്. ഞാൻ ഇപ്പോൾ ഇയാളുടെ തന്നെ ഇയാൾ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ആ ക്യാമ്പസിൽ ഞാൻ ഫിലിം ഫെസ്റ്റിവലിൽ പോയിട്ടുണ്ട്, ഇല്ലേ? ഞാൻ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ മുഴുവൻ ഞാൻ കറങ്ങിയിട്ടുണ്ട്. ഫെസ്റ്റിവൽ ഞാൻ അത് കഴിഞ്ഞ ശേഷം ഞാൻ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പിന്നീട് വന്നിട്ടുള്ള ഫിലിം മേക്കിങ്ങിന് വേണ്ടിയിട്ട് ആൾക്കാരെ പഠിപ്പിക്കാൻ പോയിട്ടുണ്ട്. അവർക്ക് എക്യുപ്മെൻറ്റ് കൊടുത്ത് അവരെ കൊണ്ട് ഞാൻ സിനിമ എടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന
അല്ലെങ്കിൽ അതേപോലെ ഇപ്പോൾ വിഷ്വൽ ലിറ്ററസി ഫോർ ഓട്ടിസം. ഞാൻ വിഷ്വൽ ലിറ്ററസി എന്ന് പറയുന്ന എൻ്റെ ഒരു സബ്ജക്റ്റ് ഓട്ടിസം പിള്ളേർക്ക് എങ്ങനെ ഉപയോഗപ്പെടുമായെന്ന് പറഞ്ഞാൽ 3 വർക്ക്ഷോപ്പ് ഞാൻ ഇവിടെ ചെയ്തു. എന്നെക്കൊണ്ട് പറ്റുമോ വേറെ ആൾ ഞാൻ ഈ ലൈനിൽ കൂടി പോയാൽ? പറ്റില്ല. അപ്പോൾ എനിക്ക് എന്തിനാ, ഞാൻ അതിനകത്ത് എന്താ ചെയ്തത്, ഈ സ്റ്റാർസിൻ്റെ ഇവർ സ്റ്റാറായിട്ട് നിൽക്കുന്നില്ല, മോഹൻലാലും മമ്മൂട്ടി, ഇവരുടെ സ്റ്റാറിന് ഞാൻ അതിനെ മാത്രം യൂസ് ചെയ്ത് ഞാൻ എൻ്റെ വഴിക്കൂടെ യാത്ര ചെയ്ത് ഞാൻ അവരോട് പോയി പറഞ്ഞപ്പോൾ അവരെന്നെ സഹായിക്കാൻ വന്നു. ഇപ്പോൾ മമ്മൂട്ടിയായിരുന്നു ശരിക്കും ഞാൻ കേരളത്തിലെ 60 ക്യാമ്പസിൽ പോകുന്ന ഒരു ഇതുണ്ട്, മലയാളം മൂവി മഹാമേള എന്ന് പറഞ്ഞ 60 ക്യാമ്പസിൽ 2007 അങ്ങനെ 60-ാം വർഷത്തിനോടനുബന്ധിച്ച് സ്വാതന്ത്ര്യം കിട്ടിയ 60 ക്യാമ്പസിൽ 60 സിനിമകൾ, മലയാള സിനിമ. ആക്ച്വലി ലീഡ് ചെയ്തത് മമ്മൂട്ടിയായിരുന്നു. അന്ന് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ 2-3 ക്യാമ്പസിൽ മമ്മൂട്ടി വന്നിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് കാലിക്കട്ടും കാക്കനാടുള്ള മറ്റേ കോളേജിലൊക്കെ വന്നിട്ടുണ്ട്, രാജഗിരിയിൽ. അപ്പോൾ അടുത്ത 2 കോളേജും കൂടി ചേർന്നിട്ടുള്ള ക്യാമ്പസിൽ എഞ്ചിനീയറിംഗും മറ്റേത്. അപ്പോൾ ഞാൻ പറയാൻ കാര്യം എന്ന് പറയുന്നത്, ഇതെനിക്ക് സാധ്യമായത് അന്ന് എനിക്ക് കിട്ടിയ അവസരത്തിനെ ഞാൻ ഉപയോഗിക്കുക ചെയ്തേ. എൻ്റെ ഒപ്പം നിൽക്കുന്നവരുണ്ടായിരുന്നവർ, എൻ്റെ സുഹൃത്തുക്കൾ സൂപ്പർ സ്റ്റാറായിട്ട് നിൽക്കുന്നത്. ഞാൻ നിന്നാൽ എന്താ, അവരെന്താ, എനിക്കതിൻ്റെ നേട്ടം മതിയല്ലോ. അവരെന്നെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായി. ഇപ്പോഴും ഞാൻ നിൽക്കുന്നത് ലാലിൻ്റെ സപ്പോർട്ടോടുകൂടിയാണ്. ലാലാണ് എൻ്റെ ചെയർമാൻ. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ചെയ്യാനുണ്ട്. അവരുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ തന്നെയാണ് ഞാനും പ്രവർത്തിക്കുന്നത്. അത് എനിക്കും എൻ്റെ ആഗ്രഹവും അവരുടെ ആഗ്രഹവും ഒന്നായി. അപ്പോൾ എനിക്കതിന് സമയം ഞാൻ തിരഞ്ഞെടുത്തു. അഭിനയം മാത്രമല്ലല്ലോ, ഞാൻ സിനിമേനെ ഇഷ്ടപ്പെട്ടു വന്നവനാണ്. പിന്നെ ഞാൻ കണ്ട എളുപ്പ വഴിയിലേക്ക് അഭിനയിക്കുന്നതിനകത്തേക്ക് സാധാരണ എല്ലാ ആൾക്കും ഉണ്ടാകുന്ന ആദ്യത്തെ പോലെ കുറച്ച് എക്സ്ട്രാവേർട്ട് ആയതുകൊണ്ട് എല്ലാ ആൾക്കും ഉണ്ടാകുന്ന പോലെ എല്ലാവർക്കും കൂടുതൽ ആൾക്കാരും സിനിമ ഇഷ്ടപ്പെടും, സിനിമ കണ്ട് എന്നിട്ട് ആ സിനിമയുടെ ഭാഗമാവണമെന്ന് നമ്മൾ ആലോചിക്കും. അപ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അഭിനയമാണ്. അത് കഴിഞ്ഞ് കുറേയും കൂടി സിനിമേനെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ടെക്നീഷ്യനായിട്ട് മാറാനും, അല്ലെങ്കിൽ അതിന് മുമ്പ് തുടക്കകാലത്തിന് നമുക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു ടെക്നീഷ്യൻ ഉണ്ടെന്നോ ഒരു ക്യാമറമാൻ ഉണ്ടെന്നോ എഡിറ്റർ ഉണ്ടോന്നോ ഒന്നും നമ്മൾ ചിന്തിക്കാറില്ല. സിനിമ ഉണ്ടാക്കപ്പെടുന്നു, ആ സിനിമയിൽ നമ്മൾ നായകനാണ്. ഞാൻ ഭയങ്കര MGR ഫാനായിരുന്നു എൻ്റെ സ്കൂൾ കാലത്ത്. അപ്പോൾ MGRൻ്റെ സിനിമകൾ എവിടെയൊക്കെ ഉണ്ടോ അത് കാണുന്നതാണ് എൻ്റെ ജോലി. അപ്പോൾ അതുപോലെ തന്നെയാണ് നിങ്ങൾ പറഞ്ഞാൽ. ഇപ്പം ഞാൻ തിരിച്ച് നമ്മൾ ഫാമിലി സ്റ്റോറിയിലേക്ക് വരാം. ഞാൻ പറഞ്ഞത് സിനിമ എല്ലാവർക്കും വന്ന് അങ്ങനെ തന്നെയാണ്, അത്രേ ഉള്ളൂ. അത് നമ്മൾ ഇഷ്ടപ്പെടുന്ന സിനിമയിലേക്ക് വരുമ്പോൾ നമ്മൾ ആക്ടറായിട്ട് വരും. പിന്നെ കുറേയും കൂടി നമ്മൾ അതിനെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ വേറെ ഒന്നായിട്ട് മാറും. ചിലർ ഡയറക്ഷനിലേക്ക് വേറെ ആക്ടിങ് ആയിരിക്കും ഉള്ളിലിരിക്കണേ, വേറെ വലിയ പല രീതിയിലൂടെ ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കും. പിന്നെ ആക്ടറായിട്ട് വരുന്നവരുണ്ട്. അപ്പോൾ സൗബി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. നമ്മൾ ഏജ് ആവുമ്പോഴേ അപ്പൊ നമ്മുടെ ഉള്ളിലത്തെ ആ ഒരു ക്രേസി സൈഡ് കുറച്ച് ടോൺ ഡൗൺ ചെയ്ത് വെക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് സാർ ഇങ്ങനെ ബുള്ളറ്റിലൊക്കെ സ്റ്റണ്ട് ചെയ്യുന്ന സമയത്ത് ബുള്ളറ്റിൽ അങ്ങനെ കിടക്കും, എന്നിട്ട് അപ്പൊ ഓപ്പോസിറ്റ് പോകുന്ന ആൾക്ക് ബൈക്ക് തന്നെ വരാന്ന് അടുത്തെത്തുമ്പോ ഈ ക്രേസി സൈഡൊക്കെ എപ്പോഴും ഉണ്ടോ? ഞാൻ ഇതിന് നമ്മൾ ക്രേസിനെസ് എന്നല്ല ഇതിനെ പറയാ, നമ്മൾ ഉണ്ടാക്കുന്ന വന്നിട്ടുള്ള മൂവ്മെന്റുകളാണ്, സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന മൂവ്മെന്റുകളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു പരിധി വരെ ഞാൻ അത്തരത്തിലുള്ള ഒരു സാധനം ആയിരിക്കില്ല, പക്ഷെ അതിനേക്കാളും ഉപരി അതേ എഫക്റ്റ് വരുന്ന വേറൊരു രീതിയിലായിരിക്കും ഞാൻ പോർട്രേ ചെയ്യുക. ഈ സ്വഭാവം മാറൂല, മനസ്സിലായില്ലേ? അത് തന്നെ ആയിരിക്കില്ല ചെയ്യുക. നമ്മൾ മാറൂല. അതിപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞ എല്ലാവരിലും മാറും. നിങ്ങളിപ്പോൾ തോന്നിക്കഴിഞ്ഞാൽ എല്ലാ സംഘടനകളെയും ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു ഒരു സംരംഭം തുടങ്ങുക എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിനകത്തൊരു ക്രേസിനെസ് ഫീൽ ചെയ്യില്ലേ? അത് ഏത് കാലഘട്ടത്തെ ഏത് സമയത്താണ് നിങ്ങൾ ആലോചിക്കണം. ഇപ്പൊ ആണോ? പിന്നെന്താ അതിനെ അങ്ങനെ ചിന്തിക്കാൻ പറ്റിയില്ലേ? നിങ്ങൾ ചിന്തിക്കുമോ? ഞാൻ ചിന്തിക്കില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. അത്രേ ഉള്ളൂ. നമ്മൾ എന്താണ് അതിന് ആവശ്യമുണ്ട്. എല്ലാവരും മനസ്സെനിക്കറിയാം എന്താണെന്ന്. ഞങ്ങളെല്ലാം നിൽക്കുന്നത് സിനിമയ്ക്ക് വേണ്ടിയാണ്. ഞങ്ങളെല്ലാം നിൽക്കുന്നത് സിനിമയ്ക്കൊപ്പമാണ്. ഞങ്ങളുടേതായ പ്രശ്നങ്ങൾ ഓരോ സംഘടനയ്ക്കായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളെ അവരെല്ലാം സംസാരിക്കും. അതിനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്, എല്ലാ സംഘടനയ്ക്കും ഉണ്ട്.
ഇപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം അന്യോന്യം വന്നിട്ട് പ്രശ്നക്കാരാണെന്നല്ല. എല്ലാം ഞങ്ങളൊരു ഫാമിലിയാണ്. ഞങ്ങൾക്ക് ഒറ്റ ചിന്തയുള്ളൂ, സിനിമ ഇൻഡസ്ട്രി ഉണ്ടായാലേ ഞങ്ങളുള്ളൂ. ആ ഇൻഡസ്ട്രി ഇവിടെ നിലനിൽക്കണം. സിനിമ ജനങ്ങളിലേക്ക് എത്താൻ പറ്റണം. ഈ കലയിലൂടെ ഞങ്ങൾക്ക് നിങ്ങളോട് സംവാദം ചെയ്യാൻ സാധിക്കണം. ഞങ്ങൾ നിങ്ങളിലേക്ക് ഒരാളാവാം. നിങ്ങളുടെ കാര്യങ്ങളെ, നിങ്ങൾ കാണാത്ത പല കാര്യങ്ങളെയും ഞങ്ങൾ എടുത്ത് സിനിമയാക്കി നിങ്ങളിലേക്ക് തരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വേറൊരു ലോകത്തിനെ ഉണ്ടാക്കി ഞങ്ങൾ നിങ്ങളിലേക്ക് തരും. ഇതിനല്ലേ ഞങ്ങൾ ചെയ്യുന്നത്. അതെ അതെ. പിന്നെ ഈ അമ്മ സംഘടന കുടുംബമാണ്. അമ്മ സംഘടന കുറേ വാചാലനായോണ്ട് ചോദിച്ചോട്ടെ. AMMA എന്ന് വിളിക്കണം എന്ന് പറയുന്നു, അമ്മ എന്ന് വിളിക്കണം എന്ന് പറയുന്നു. AMMA എന്നല്ല, അമ്മ തന്നെയാണ് ഞങ്ങൾ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് സുരേഷ് ഗോപി ഊന്നി പറയുന്നു. പക്ഷെ ഇപ്പോഴും ചില ആളുകൾ AMMA ആക്ടേഴ്സിന്റെ സംഘടന എന്നുള്ള രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നു. ശരിക്കും അമ്മേനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു? അമ്മ എന്നുള്ളൊരു പേര് ഇട്ടുകൊണ്ടാണ് മുരളി ഇതിനെ കൊണ്ടുവന്നത്. അമ്മ തന്നെയല്ലേ, അമ്മ തന്നെ. അമ്മ ചെയ്യേണ്ട എല്ലാ ധർമ്മങ്ങളും ചെയ്യുന്ന ഒരു സംഘടനയാണ്. അതിൻ്റെ ആൾക്കാരെ മുഴുവൻ നോക്കും. ഞങ്ങളെല്ലാവർക്കും ആ മനസ്സുണ്ട്, മനസ്സിലായോ? അതൊരു കളക്റ്റീവ് തിങ്കിങ് വരുന്ന ഒരു സ്ഥലമാണ്. ഒരു കളക്റ്റീവ് തിങ്കിങ്ങിൽ എല്ലാവരുടെയും ഇപ്പോൾ എന്നിലെങ്ങനെ ഉണ്ടായി, എൻ്റെ സഹപ്രവർത്തകർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണമെന്ന് മോഹൻലാലിനെ എങ്ങനെ ചിന്തിക്കാൻ സാധിച്ചു? അല്ലെങ്കിൽ നമ്മളതിനകത്ത് കൈനീട്ടം എന്നുള്ള രീതിയിൽ അവരെ സഹായിക്കുന്നു, മരുന്ന് കൊടുക്കുന്നു, എന്തെല്ലാം ചെയ്യുന്നില്ല, അവരുടെ എല്ലാ കാര്യങ്ങളിലേക്കും നമ്മൾ ശ്രദ്ധിക്കുന്നു. ഇത് ഇന്ന് തൊട്ട് തുടങ്ങിയാണ്. 30 വർഷം മുമ്പ് തൊട്ട് നമ്മൾ തുടങ്ങിയല്ലേ ഈ കൂട്ടായ്മ തുടങ്ങിയിട്ട്. ഇപ്പോൾ 30 വർഷമായില്ലേ. ഈ 30 വർഷവും നമ്മൾ വന്നിട്ടുള്ളതിനകത്തേക്ക് അതിന് ആൾക്കാരെ കംഫർട്ടബിളായിട്ടല്ലേ നിൽക്കണേ എല്ലാവരും. അപ്പോൾ പിന്നെ എന്താ ഇരിക്കണേ? ഒരു കുടുംബം, ഒരമ്മ ചെയ്യേണ്ട എല്ലാം അതൊരു കളക്റ്റീവ് മൂവ്മെൻറ്റാണ്, ഒരു പ്രതീകമാണ് അമ്മ എന്നുള്ളത് ഒരു പ്രതീകമാണ്. ആ പ്രതീകം ഇന്നും അതിനകത്ത് നിലനിൽക്കുന്നിടത്തോളം അമ്മ തന്നെയാണത്. അതിനകത്ത് എന്താ മാറ്റം? അത് ആക്ച്വലി എന്താണെന്ന് പറയുന്നത്, അത് അവരുടെ വന്നിട്ടുള്ള ഒരു ചില പ്രെജൂഡീസ് കാരണം പലരും വന്ന് പറഞ്ഞു പോകുന്നതാണ്. അത് അവരാണ് അത് മാറ്റേണ്ടത്, നമ്മളല്ല. അത് അവർക്ക് സ്വയം തിരിച്ചറിവുണ്ടാവും. അല്ല, ഇപ്പോൾ ഈ അമ്മയോട് വിയോജിപ്പുള്ള, അമ്മ സംഘടനയോട് വിയോജിപ്പുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ പറവൂർ തിരുവോത്തിനെ പോലുള്ളവരൊക്കെ, അവരോടൊക്കെ അപ്പോൾ ഈ സംഘടനയിലേക്ക് അവരെ ഒന്നുകൂടി അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ സമയത്തിനൊക്കെ തീർന്ന് എല്ലാവരും ഒരുമിച്ച് വരും എന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. എനിക്ക് എല്ലാവരും ഒരുമിക്കണം എന്നുള്ള ആഗ്രഹം എൻ്റെ ജീവിതത്തിനകത്ത്. എന്നെ സംബന്ധിച്ചോളം ഞാൻ ആഗ്രഹിക്കുന്നത് ഡെഫിനറ്റായിട്ട് ഈ പഴയ പോലെ ആവണം എന്നുള്ളതാണ്. എല്ലാവരും ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുത്തനാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സംഘടനകളിലെല്ലാം പോയി എല്ലാവരെയും കൂട്ടിയത്. എനിക്കിത് അവർക്ക് ഇതിനകത്തേക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ അതിനെ ചർച്ച ചെയ്തെന്ന് തന്നെ നമുക്ക് നോക്കാവുന്ന തന്നെ. അതൊരു കാലത്ത് സംഭവിക്കും. ഈ ഫാമിലി സ്റ്റോറീസിൽ ഞാൻ പലപ്പോഴും വിഷ് ചെയ്തിട്ടുണ്ട്, ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരാഗ്രഹമുണ്ട്. ഞങ്ങളങ്ങനെ തമ്മിത്തല്ലി നിൽക്കേണ്ടത്, നമ്മൾ സിനിമയ്ക്ക് വേണ്ടി നിൽക്കുന്നവരാണ് അല്ലേ. നമ്മുടെ പ്രശ്നങ്ങളുണ്ട്, അത് സോൾവ് ചെയ്യണം. ഞാൻ ഇതേ അതിജീവിതയ്ക്ക് വേണ്ടിയിട്ട് പോയി സമരത്തിൽ നിന്നിട്ടുണ്ട് ഇല്ലേ. അവർ പറഞ്ഞ അതേ ആവശ്യത്തിന് അതേപോലെ തന്നെ ഞാൻ അതിജീവിതയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ സംഘടന PT ആൻഡ് ഫ്രണ്ട്സ് ഞങ്ങൾ പോയി നിന്നിട്ടുണ്ട്. ഗാന്ധി ഞാൻ അതിനൊന്നും പ്രയോജനപ്പെട്ടിട്ടില്ല. പല സംഘടനകൾ വരുന്ന ആൾക്കാരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പലപ്പോഴും, അല്ലെങ്കിൽ അതിന് ആ സമയത്ത് വരുന്ന ഭരണസമിതികൾക്ക് ഉണ്ടാകുന്ന ലിമിറ്റേഷൻസിൽ പല തീരുമാനങ്ങൾ എടുക്കാൻ വന്നിട്ടുള്ള കാര്യങ്ങളുണ്ടാവുക. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മളൊരു കുടുംബം അല്ലാതാവില്ല. എൻ്റെ കൺസെപ്റ്റാട്ടോ അത് ഞാൻ പറയണത്. ബേസിക്കലായിട്ട് ഞാൻ ഈ പറഞ്ഞ ഈ ഫാമിലി സ്റ്റോറീസ് എന്ന് പറയുന്നതിനകത്തേക്ക് ഞാൻ കാണുന്നത് അത് തന്നെയാണ്. അതിനകത്ത് അങ്ങനെ തന്നെ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനകത്തേക്ക് പോകുന്നത്. എൻ്റെ മനസ്സിനകത്തുള്ള ആഗ്രഹം എപ്പോഴും ഇതിനൊരു ആക്ച്വലി ഇതിനകത്തേക്ക് വന്നെന്ന് തന്നെ എനിക്ക് ആഗ്രഹമുള്ള ഒരാളാണ്. എല്ലാവരും ഒരുമിച്ച് ഒരേ കുടുംബം പോലെ. പാർവതിയൊക്കെ വന്നിട്ടുള്ളതിനകത്ത് പല കാര്യങ്ങളിലേക്കും പാർവതി ഉന്നയിച്ചിട്ടില്ല. ഇപ്പോൾ ലൈക്ക് സ്ത്രീകൾക്കുള്ള സാനിറ്റേഷൻ, അത് വളരെ ആവശ്യമായൊരു കാര്യമാണ്. അവർ ഉന്നയിച്ച കാര്യങ്ങളിൽ എന്താന്ന് ഇതുണ്ടായെന്ന് പറയുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള നമ്മൾ എവിടത്തോളം വന്നിട്ട് നമുക്കതിനെ സൊല്യൂഷൻ കണ്ടെത്തുന്ന ഒരു രീതിയിലേക്ക്. ബേസിക്കലി ആർട്ടിസ്റ്റുകൾ വളരെ ഇമോഷണലാണ്, അതുകൊണ്ട് ഉണ്ടാകുന്ന പല കാര്യങ്ങളാണ്. ഞാൻ ഒരു പെർമനൻ്റ് വഴക്കിന് താല്പര്യപ്പെടുന്ന ഒരാളല്ല യഥാർത്ഥത്തിൽ.
എനിക്കിഷ്ടമല്ല ജീവിതത്തിൽ. ഞാൻ ആരുമായിട്ടും എനിക്കങ്ങനെ ഒരു പെർമനൻ്റ് വഴക്ക് വേണമെന്നുള്ള തീരുമാനമില്ലാത്തവനെ, അതിനൊന്നും അർത്ഥമില്ല എന്ന് വിചാരിക്കണവനെ ഞാൻ. ബേസിക്കലി അത് നമ്മൾ എവറിത്തിങ് ഈസ് അവർ കോൺസെപ്റ്റാണ്. ഞാൻ അങ്ങനെ കാണുന്നവനാണ്. ഞാൻ അങ്ങനെ കാണേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് ഞാൻ വളർന്നു വന്നേക്കണേ. നിങ്ങളെ എൻ്റെ കയ്യിൽ എല്ലാത്തിനും കാണാൻ സാധിക്കും. ഞാൻ മറ്റുള്ളവർക്കൊരു പ്ലാറ്റ്ഫോമുണ്ട്. ഞാനൊരു നടനായിരുന്ന് തിരിച്ചു വന്നിട്ട് ഞാൻ വേറൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി എല്ലാ പുതിയ ആൾക്കാർക്ക് ആസ്പയറിംഗ് ടാലൻസിന് ഉണ്ടാക്കുന്ന പ്ലാറ്റ്ഫോമായിരുന്നു. ആ ആസ്പയറിംഗ് ടാലൻസിന് ഉണ്ടാക്കുന്ന പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ ഞങ്ങളുടെ സഹപ്രവർത്തകർക്കും വേണ്ടിയിട്ട് ഒരു സ്പേസ് ഉണ്ടാക്കുകയാണ്. അങ്ങനെ അതിൽ ഞാനൊരു കൂട്ടായ്മ കണ്ടെത്തുകയാണ്, എല്ലാ സംഘടനകളെയും ഒരുമിപ്പിച്ചുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ കാണുന്നത് എന്താണ്, സിനിമ എന്ന് പറയുന്ന ഒരു കല പ്രത്യേകത തന്നെ കൂട്ടായ്മയാണ്. അല്ലാതെ എല്ലാ കലകളെയും ഒരുമിച്ച് വരുന്ന ഒരു കലയാണ് സിനിമ. അതിനകത്ത് സയൻസും ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കുക, സയൻസും കലയും ഉണ്ട്. അതിനകത്ത് പണ്ട് കെമിസ്ട്രി ഉണ്ടായിരുന്നു ഡെവലപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ബേസിക്കലി ഫിസിക്സ്, കെമിസ്ട്രി, സയൻസ് ഉണ്ട്. അതേപോലെ തന്നെ കലയുണ്ട്. എല്ലാ കലകളും ഇതിനകത്ത്, ശില്പകല തൊട്ട് സാഹിത്യം തൊട്ട് എല്ലാ കലകളും ഉള്ള ഒരു സംഭവം. നമ്മൾ ആ സബ്ജക്റ്റിനെ കുറിച്ചല്ല നമ്മൾ അധികം സംസാരിക്കുന്നത്. അപ്പോൾ അതൊരു കൂട്ടായ്മയുടെ കലയല്ലേ സിനിമ. അതിൻ്റെ പ്രൊഡക്ഷൻ പോയി തൊട്ട് തന്നെ അതിൻ്റെ പ്രവർത്തനത്തിനകത്തേക്ക് ആവശ്യമല്ലേ. അവിടെ നമ്മളൊരു കൂട്ടായ്മയുടെ കലയിൽ നിൽക്കുന്നവർ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുള്ളതിനകത്തേക്ക് അല്ലല്ലോ വന്നിട്ട് കാര്യങ്ങൾ ചെയ്യണ്ടേ. അങ്ങനെയല്ലല്ലോ നമ്മൾ അതിനെ കാണേണ്ടത്. വന്നിട്ട് ഒരിക്കലും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഇപ്പം ഞാൻ പ്രേംചന്ദ് അതിനെക്കുറിച്ച് ചെയ്താൽ ഞങ്ങൾ 90കളുണ്ട് ശരിക്കും ഫിലിം ഫെസ്റ്റിവലിൽ ഡൽഹിയിൽ വെച്ചിട്ട് അവിടെ ഒരു ഫോറിൻ വനിതേനെ റേപ്പ് ചെയ്തൊരു സംഭവം ഉണ്ടായി. ഇത് ഫെസ്റ്റിവലിൻ്റെ അന്ന് അതിന് മുൻകൈ എടുത്തത് ദീദിയാണ്, ദാമരം ഭക്ഷണമാണ്. അന്ന് അതിനെ സംഘടിപ്പിക്കാൻ കൂടെ വന്നത് ഞാനാണ്, എൻ്റെ അടുത്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഫെസ്റ്റിവലിൽ സ്ഥിരമായിട്ട് പോകുന്നതുകൊണ്ട് എനിക്ക് എല്ലാ സ്റ്റേറ്റിലെ ആൾക്കാരെ അറിയാം. പിന്നെ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവിടെയുണ്ട്. അപ്പോൾ ഒരു ഒരു വലിയൊരു കൂട്ടത്തിനെ എനിക്കന്ന് അവർക്ക് വേണ്ടി ഉണ്ടാക്കാൻ സാധിച്ചു. എൻ്റെ ജോബായിരുന്നു വന്നിട്ട് ഇതിനെതിരെ അവരൊരു പോസ്റ്റർ ഒട്ടിക്കുമ്പോഴാണ് എന്നോട് പറഞ്ഞത് ഇതിനെതിരെ ഒരു പ്രതിഷേധത്തിന് നമ്മൾ പ്രതിഷേധിക്കണമെന്ന് ദീദി വന്ന് പ്രേംചന്ദ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നമുക്കിതിനെതിരെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളൊരു ഡൽഹിയെ വളരെയധികം നോട്ടബിളാക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിഷേധം ഈ ഫെസ്റ്റിവലിൻ്റെ അവിടെ നിന്ന് തുടങ്ങി നമ്മൾ ഡൽഹി വീതികളിലൂടെ നടത്തിയായിരുന്നു അതിനെതിരായിട്ടുള്ളത്. നമ്മൾ പല സന്ദർഭത്തിലും വന്ന പിന്നെ ഓഫ്കോഴ്സ് ബാബരി മസ്ജിദിൻ്റെ ഒക്കെ വന്നിട്ട് നമ്മൾ കാര്യങ്ങൾക്ക് വന്നിട്ട് അവിടെ സമരം ചെയ്ത എല്ലാ ആർട്ടിസ്റ്റും ചേർന്നുകൊണ്ട് ഹിന്ദിയിൽ അതുകൊണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ പല സോഷ്യൽ കാര്യങ്ങൾക്കും നമ്മൾ ഫിലിം ഫെസ്റ്റിവലിൻ്റെ വേദി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സോഷ്യലി കമ്മിറ്റഡ് ആളാണ്. ഞാൻ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ആക്ച്വലി. എനിക്ക് എൻ്റേതായ ഒരു ഐഡിയോളജി, ഒരു ഹ്യൂമനിസം ഉണ്ട്. ഞാനങ്ങനെ കാണും. അതിനകത്ത് തെറ്റിരിക്കുന്നത് അത് എനിക്ക് എല്ലാവരും സ്നേഹിച്ച് എന്തിൻ്റെ ഏത് ബേസിലാണ് തെറ്റുകളുണ്ടാവുക അതിനെയൊന്നും അല്ലല്ലോ എനിക്ക് പറയാൻ പറ്റും ആരുടെ തെറ്റ് ആരുടെ ശരി എന്നുള്ളത്. തെറ്റ് ആരുടെയും ശരി ആരുടെ പേരിലുണ്ടാവും, അത് അതാത് നിമിഷത്തിലുണ്ടാവും. നമ്മൾ ഈ ഫാമിലി സ്റ്റോറീസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് അവിടെ അല്ലേ. ഒരു ഫാമിലിയിൽ സംഭവിക്കുന്ന അതാണല്ലേ ഇല്ലേ. നിങ്ങൾ ഒരു ഈ ഫാമിലി സ്റ്റോറീസിന് ഒരു സിനിമ ഇവിടെ ആവശ്യമാണ്. ഒരു കെട്ടുറപ്പുള്ള ഒരു ഫാമിലിയുടെ കഥയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാത്തിനകത്തേക്കും. അത് അല്ലെങ്കിൽ തമ്മിത്തല്ലി പിരിഞ്ഞു പോകുന്നതിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ അതിൻ്റെ പ്രശ്നങ്ങളെ നമ്മൾ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊരിക്കലും തമ്മിത്തല്ലി പോ എന്നല്ല പറയുക, നമ്മൾ പ്രശ്നങ്ങളെയാണ് അവതരിപ്പിക്കുക. ഒരു തിരിച്ചറിവ് ഉണ്ടാക്കാൻ സാധിക്കും ഈ ഫാമിലി സ്റ്റോറീസിലൂടെ. നമ്മളെല്ലാം ഒരു ഫാമിലിയാണ്. ആ ഫാമിലിയാണ് അതിനകത്തേക്ക് ആവശ്യം. ഇൻഡസ്ട്രി ഒരു ഫാമിലിയാണ്. അത് ഒരുമിച്ച് നിൽക്കേണ്ടതിനൊരു ആവശ്യമാണ്. ഏത് കുടുംബത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായത് ഇല്ലേ ഉണ്ടാവും. നിങ്ങളിപ്പോൾ പറഞ്ഞ നാരായണിയുടെ മക്കൾ ഒരു കഥ എന്നെക്കുറിച്ച് പറഞ്ഞു ഇല്ലേ. അതിലും ഒരു ഫ്രിക്ഷൻസിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരുന്നവർ 24 വർഷം കഴിഞ്ഞതിന് ശേഷം മിണ്ടുക. അതിനൊരു കാര്യമുണ്ട്. അതിനിടയിലൊരു ചെറിയ തർക്കം വരുന്നു, പിന്നീട് അതിനകത്ത് തിരിച്ചറിഞ്ഞിട്ട് എല്ലാവരും പോകുന്നില്ലേ. അതൊരു മെറ്റഫോറായിട്ട് കാണാൻ പാടില്ലേ ഇല്ലേ. അതാണ് അത് ഉണ്ട്. മനുഷ്യ സഹജമായ പല കാര്യങ്ങളും ആ പടത്തിലൂടെ അവർ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ശരിക്കും തൻ്റെ ആവശ്യം വന്നപ്പോൾ സ്വന്തം അമ്മേനെ വരെ സ്നേഹിച്ചിട്ടും കൊല്ലണമെന്ന് വിചാരിക്കുന്ന മക്കളെ വരെ കാണിച്ചിട്ടുണ്ട്.
യഥാർത്ഥം. പക്ഷെ അത് എത്രത്തോളം രൂക്ഷമായിട്ട് കാണിക്കാൻ പറ്റി എന്നുള്ളത് വേറെ കാര്യം. കാരണം അത് ലിമിറ്റേഷൻസ് ഉണ്ട്, നമ്മളെങ്ങനെ എടുക്കും എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വലിയൊരു യഥാർത്ഥത്തിൽ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ പ്രശ്നങ്ങളാണത്. നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ സിറ്റുവേഷൻസ് പലരെയും നമ്മളെ വന്ന് പല കാര്യങ്ങളിലേക്ക് നിർബന്ധിതമാക്കും. മനസ്സിലായോ? അതാത് സിറ്റുവേഷൻ, ദാറ്റ് ഇസ് ബേസ്ഡ്, എവറിത്തിങ് ഈസ് കോണ്ടെസ്റ്റ് ബേസ്ഡ് ആണ്. ഇറ്റ്സ് നോട്ട് പെർമനൻറ്റ്. ഇൻ അനദർ കോണ്ടെസ്റ്റ് ഇറ്റ് മേ ലുക്ക് ഡിഫറെൻറ്റ്. in a very different context, it may look different. സിനിമ കൈകാര്യം ചെയ്യുന്നത് അത് തന്നെയാണ്, കോണ്ടെസ്റ്റിലാണ്. ഒരേ കഥ തന്നെ വേറൊരു കോണ്ടെസ്റ്റ് വരുമ്പോൾ അത് വേറെ തരത്തിലല്ല തന്നെ, അല്ലേ? അപ്പോൾ ലൈഫ് അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ നമ്മളിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, ഈ ഫാമിലിയിൽ തന്നെ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെ നമ്മൾ ഫാമിലി സ്റ്റോറീസിലൂടെ തന്നെ നമ്മൾ കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം ഇതിൻ്റെ ഉള്ളിൽ ഉത്തരവില്ലേ? അത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നതിൽ എന്താ, എനിക്ക് തെറ്റ് തോന്നിയിട്ടില്ല ഇതിനകത്തേക്ക്. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ എപ്പോഴും ഞാൻ തുറന്ന് പലരോടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ, അവരുമായിട്ടുള്ള ഇതിനകത്തേക്കുള്ള എല്ലാ സുഹൃത്തുക്കളെടുത്ത് ഞാൻ ഇതിനെ ചോദിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലൊക്കെ വന്നിട്ട് ഇത് മുട്ടി ഒരുമിക്കണ്ടേന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. എനിക്കത് ആഗ്രഹം. ഞാൻ ഓപ്പൺലി ചോദിച്ചോട്ടെ, WCC അമ്മ എന്നുള്ളതല്ല. WCCയിൽ നിലനിൽക്കുന്നതിന് അവരുടേതായ ഐഡിയോളജിയിൽ അവർ നിലനിൽക്കേണ്ടത്, അത് നിലനിൽക്കുന്നിടത്തോളം കാലം അല്ല, അത് പിരിച്ചുവിട്ടിട്ട് ഇതിലേക്ക് വരിക എന്നുള്ളതല്ല. അവരും ഇതുമായി ഇതിനകത്ത് അമ്മയുടെ മെമ്പേഴ്സായിട്ട് അവർക്കും പ്രവർത്തിക്കാം. അതിൻ്റെ അടുത്ത് അവർക്ക് WCC പ്രവർത്തിക്കാൻ പാടില്ലെന്നല്ലല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞ WCCക്ക് ആക്ടേഴ്സ് മാത്രമല്ലല്ലോ ഉള്ളത്, ടെക്നീഷ്യൻസും ഉണ്ട്. പിന്നെ അപ്പോൾ അതുകൊണ്ട് WCCനെ അല്ലല്ലോ നമ്മൾ നോക്കണേ. അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്. അവർക്കത് പറയാനൊരു വേദി വേണം. അതിനവരൊരു കൂട്ടായ്മ ഉണ്ടാക്കി. ആ കൂട്ടായ്മയ്ക്ക് എന്താ തെറ്റിയിരിക്കണേ? അല്ലേ? അത് അവരുടെ ഒരു പെർസ്പെക്റ്റീവ് അല്ലേ? അത് അവർ ചെയ്യൂലേ? അതിനകത്തേക്ക് എന്താ ഇരിക്കണം? അവരതിൻ്റെ കൂട്ടായ്മേനെ അവരുടെ ആവശ്യങ്ങൾക്ക് പറയാനായിട്ട് അവരൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനോട് വിയോജിപ്പുള്ളവരുണ്ടാവാം, യോജിപ്പുള്ളവരുണ്ടാവാം. അതൊക്കെ അവരുടെ പ്രശ്നങ്ങളാണ്. നമ്മൾ അവരെ ആരെയും കുറ്റം പറയാനോ അല്ലെങ്കിൽ എനിക്ക് കൂടുതലും ഞാൻ അതിനെ ഒന്നും താല്പര്യപ്പെടുന്ന ഒരു മനുഷ്യനല്ല. നമ്മൾ ദേഷ്യത്തിനൊരു സമയത്ത് നമ്മൾ എതിരെ അഭിപ്രായം പറയുന്നവരും, പക്ഷേ നമ്മൾ പിന്നീട് അതങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് പോകുന്ന അങ്ങനെയൊന്നുമില്ല. ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ അതിന് സൊല്യൂഷൻ കൊടുക്കണം. എനിക്കതാണ് ആവശ്യം. ഞാൻ അങ്ങനെയാണ് താല്പര്യപ്പെടുന്നത്. കാരണം ഭയങ്കര പിരിമുറുക്കാണ് ശരിക്കും. എന്തിനാണ് ഈ ലൈഫ്, ഒരൊറ്റ ലൈഫ്? ഞാൻ ആഗ്രഹിക്കുന്നത് ലൈക്ക് നമുക്ക് 2 ടൈപ്പ് ഡോപ്പമൈനൊക്കെ പറഞ്ഞ പോലെ, ഒന്ന് പ്രഷർ ഉണ്ടാക്കും, ഒന്ന് വന്നിട്ട് നമുക്ക് വന്ന് ഫിയർ ഉണ്ടാക്കും. ഓക്കെ, ഇത് രണ്ടുമാണ് നമ്മുടെ പ്രശ്നം. ടെൻഷൻ, പിരിമുറുക്കം. നമ്മളൊരു വിരോധം, ഞാനും നിങ്ങളും നമ്മളൊരു വിരോധമാണ്. ഓക്കെ, ആ വിരോധത്തിന് ഞാൻ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുക എൻ്റെ മനസ്സിൽ. ഞാൻ എപ്പോൾ നിങ്ങളെ കാണുമ്പോഴും എൻ്റെ മനസ്സിൽ അതുണ്ടാവും. ഭയങ്കര പ്രശ്നം എനിക്കുണ്ടാകും. മനസ്സിലായ? എനിക്ക് പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ കാണണമെങ്കിലും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ യുദ്ധം നടക്കുന്നുണ്ടാവും. എൻ്റെ ആ സമയം മുഴുവനും ഞാൻ ചോദിക്കുക, ഞാനും നിങ്ങളും, ഒരു ചെറിയ ഉദാഹരണം പറയുക, ഞാനും നിങ്ങളും നല്ലൊരു ഒരു പാർട്ടിക്ക് പോകും. നിങ്ങൾ 2 സൈഡിൽ നിന്ന് വരുവാണ്. ഞാനും നിങ്ങളും തമ്മിൽ വന്നിട്ടുള്ളതിനകത്ത് ഭയങ്കര വൈരാഗികളാണ്. ഓക്കെ, ഞാൻ നിങ്ങളെ കണ്ടപ്പോൾ തന്നെ എൻ്റെ ബ്ലഡ് കയറി, നിങ്ങൾക്കും കയറി. എൻ്റെ മുമ്പിലിരിക്കുന്ന നല്ല ഭക്ഷണവും കാര്യങ്ങളും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ട്, എല്ലാ കാര്യവും. ഞാൻ അവരുമായിട്ട് ആനന്ദിച്ച് ആസ്വദിക്കാനാണ് ഈ പാർട്ടിക്ക് വന്നേക്കണത്. പക്ഷേ എനിക്ക് അതിനെ ആത്മാർത്ഥമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുമോ? പറ്റില്ല. നമ്മളാണ് ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തുന്നത്. ശരിയാണ്. ഞാൻ അതിനകത്ത് ഇഷ്ടപ്പെട്ടില്ല. ഈ കിട്ടിയ മാക്സിമം നമുക്ക് തന്നെ, ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാണ് ഒരു വഴുതേനെ. ഇതിപ്പോൾ നോമ്പ് കാല. ഞാൻ കഴിഞ്ഞ 12 വർഷമായിട്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ചേർന്ന് തുടങ്ങിയതാണ്. അതിനെ എല്ലാ നോമ്പും എടുക്കും ഞാൻ. ഞാൻ കറക്റ്റായിട്ട് എടുക്കും നോമ്പ്. ഇപ്പം ഞാൻ പറയാൻ കാര്യം എന്ന് പറയുന്നത്, അത് ഞാൻ സൗഹാർദ്ദത്തിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ അതിന് എനിക്കൊരു ഇൻടോളറൻസ് ഉണ്ടാവണം എല്ലാത്തിനോടും. അപ്പോൾ ഞാൻ അതിനെ ബഹുമാനിക്കാൻ പഠിക്കണം. എൻ്റെ കൂടെ ഇരിക്കുന്നവൻ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഞാൻ അതിനെ ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരാഗ്രഹത്തിനെ ഞാൻ മാറ്റിവെക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നുണ്ട്. ഈ കഴിഞ്ഞ ഞാനത് ഒരിക്കൽ മലപ്പുറത്ത് വെച്ചാണ് അത് സംഭവിച്ചത്.
അവർ ഞാൻ അവിടെ ഈ നോമ്പുകാലത്ത് വിട്ട് എൻ്റെ സുഹൃത്തുക്കൾ, അപ്പോൾ അവർ ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനും തീരുമാനിച്ചു. പിന്നെ അത് ഞാൻ കണ്ടിന്യൂ ചെയ്തു. ഇപ്പോൾ ഇത്രയും വർഷമായി. അപ്പോൾ എന്നെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ പിന്നെ മിഡിൽ ഈസ്റ്റ് ബേസ്ഡാണ്, അതുകൊണ്ട് എനിക്കത് നല്ലതാണ്. ഞാൻ അവിടെ പലരുമായിട്ട് ഞങ്ങൾ ചേർന്ന് നോമ്പ് തുറക്കയിൽ പങ്കെടുക്കും. ഭയങ്കര സന്തോഷം. ഞാൻ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ ഒരു കൂട്ടായിട്ട് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം വേറൊന്നാണ്. ശരിക്കും വന്നിട്ട് നമ്മൾ ആഘോഷങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കൂട്ടായിട്ട് ചേരാൻ വേണ്ടിയാണ്, അല്ലേ? നമ്മൾ ആഘോഷങ്ങൾ ഉണ്ടാക്കിയിരിക്കണതെല്ലാം കൂട്ടായിട്ട് ചേരാൻ വേണ്ടിയാണ്. അത് ഈവൻ ക്രിക്കറ്റ് കളി കാണുമ്പോൾ തന്നെ വന്നിട്ട് നമ്മൾ അവിടെ പോകുന്നതിനാ ഒരു കൂട്ടായിട്ട് വെച്ചെടുക്കണം. തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതിനാ ഒരു കൂട്ടായിട്ട് ആഘോഷിക്കാനാണ്, അല്ലേ? തനിച്ച് കണ്ട സുഖമാവില്ല എന്ന് പറയും, അല്ലേ? തിയേറ്ററിൽ കണ്ടാലാണ് ചില സാധനങ്ങൾ രസിക്കുക. ഞാൻ ചില പടങ്ങൾ നമുക്ക് തനിച്ച് ടി വി കണ്ടാൽ അത്ര രസിക്കില്ല. പക്ഷേ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നമ്മൾ അതിൽ നമ്മുടെ ബേസിക്കലി ഡിഫോൾട്ട് വൈസ് നമ്മൾ കൂട്ടായിട്ട് ഇരിക്കേണ്ടവരാ. അതിലാണ് നമുക്ക് സന്തോഷം. നമ്മൾ തിമിർത്താടും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ആഘോഷിക്കുന്നതിനകത്ത്? പിന്നെ നമ്മൾ ബേസിക്കലി ദിസ് ഈസ് വാട്ട് ഡിഫോൾട്ട് വൈസ്. അതിൽ ഇടയിൽ വരുന്ന ഒന്നുള്ള കയോസാണ് ഈ പറയുന്ന റിഫ്റ്റ്. മനസ്സിലായ? പിന്നെ അതിനകത്ത് ക്ലിങ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അതിനകത്ത് തൂങ്ങിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കണം എന്ന് വിചാരിച്ചാൽ ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്. അത്രയേ ഉള്ളൂ. എനിക്ക് എൻ്റെ ജീവിതത്തിനകത്തേക്ക് മാക്സിമം ഉള്ള സമയത്തേക്ക് കുറച്ച് സന്തോഷമായിട്ട് ഇരിക്കണം എന്നുള്ളതിനകത്തല്ലാതെ ഞാൻ നോക്കിയിട്ടിരിക്കുക. ഞാൻ മാക്സിമം ആ സ്ഥലത്തേക്ക് അങ്ങനെ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകില്ല. എപ്പോൾ തുടങ്ങും ഈ ഫാമിലി സ്റ്റോറീസിന്റെ ഷൂട്ടിംഗ് ഒക്കെ? ഞങ്ങൾ അതിൻ്റെ പ്രീ വർക്കിൽ നടക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും. ഇപ്പോൾ ഈ റംസാൻ സമയമാണല്ലോ, റംസാൻ കഴിഞ്ഞാലേ ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിനും ഒരു മൂവ്മെൻറ്റ് പക്കയാവുള്ളൂ. ഓണം റിലീസായിരിക്കുമോ? അത് പറയാൻ പറ്റില്ല. ഞാൻ എല്ലാത്തിനകത്തേക്ക് നമ്മൾ അതിനകത്തേക്ക്, കാരണം ഇതിനകത്തൊരു പ്രയത്നമുണ്ട്. നമ്മൾ മാക്സിമം ഒരു 10-50 പേരെ സെലക്ട് ചെയ്യാനാണ് നോക്കുന്നത്. അത്രയും പേർക്കുള്ള ചാൻസ് ഉണ്ടാക്കാൻ പറ്റും 5 സ്റ്റോറീസിലൂടെ. 40-നും 50-നും ഇടയ്ക്കുള്ള പേർക്ക് ഇതിനകത്തുണ്ടാകും. അപ്പോൾ ഒരു 6 പടം വന്നാൽ 300 പേർക്കോളം വരാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മളിത് മാറ്റാൻ മനസ്സിലാഗ്രഹം. ആദ്യത്തെ 3 കഴിഞ്ഞാൽ പിന്നെ ഒരു 3 കൂടി വരാം ഈസി ആയിട്ട്. അതിനൊരു പാത്ത് തുറക്കണം. അപ്പോൾ അതിന് നമ്മൾ ഫൗണ്ടേഷനാണ് പക്ക ഇടണം. ഞാൻ ഈ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് എടുത്താൽ ഫൗണ്ടേഷൻ പക്കയാക്കും ഞാൻ. അപ്പോൾ എനിക്ക് സ്ട്രോങ് ആയിട്ട് പോകാൻ പറ്റും. എല്ലാ എങ്ങനെയൊക്കെ ഉള്ളതിന് ഇൻഫിലിം സ്പോൺസേഴ്സിനെ തുടക്കം തൊട്ടുണ്ടാക്കുക, അതിനെ എത്തിക്കാനുള്ളതിനകത്ത് ചാനലിലേക്ക് ഇതിന് വേണ്ട എല്ലാ ആൾക്കാരും. ഇപ്പം ഞാൻ എൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എല്ലാ അസോസിയേഷനെയും ഞാൻ എൻ്റെ ദൗത്യത്തിനകത്ത് എന്നെ ഏൽപ്പിച്ചത് മോഹൻലാൽ ഏൽപ്പിച്ച ദൗത്യം പോലെ സഹകരണം ഉണ്ടാക്കി. ബെസ്റ്റ് ഡയറക്ടേഴ്സിനെ, ബെസ്റ്റ് ടെക്നീഷ്യൻസിനെ എല്ലാം ഉണ്ടാക്കി. ഇപ്പോൾ ഒരു സ്റ്റോറി കൂടി ഇങ്ങനെ പല സ്റ്റോറികൾ കിട്ടാനുണ്ടല്ലോ, അങ്ങനെ സ്റ്റോറീസ് എല്ലാം കളക്ട് ചെയ്യാറുണ്ട്. ആ സ്റ്റോറീസ് എല്ലാം സെലക്ട് ചെയ്യപ്പെട്ടാലാണ് നമുക്ക് ഈ ആക്ടേഴ്സിനെ നമുക്ക് ഈ ഇരിക്കുന്ന 100-300 പേരിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യണം, അതിനെ പ്രിയോറിറ്റൈസ് ചെയ്യണം. അതൊരു ഭയങ്കര പണിയാണ് ശരിക്കും പറഞ്ഞാൽ അതിനകത്തേക്ക്. അങ്ങനെ ഈ എറണാകുളം ഭാഗത്തിലുള്ള ആൾക്കാർക്ക് എറണാകുളത്തും തിരുവനന്തപുരം, അപ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ്റെ കുറവുണ്ടാവും. നമ്മൾ കോസ്റ്റ് നമ്മൾ മാനേജ് ചെയ്യണമല്ലോ. അങ്ങനെ ഒരു ഇൻഡിപെൻഡൻറ്റ് സിനിമയുടെ എല്ലാ തത്വത്തിലും നമ്മൾ അതിനകത്ത് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. സോ അങ്ങനെയുള്ള ഒരു രീതിയിലേക്കാണ് ഇതിൻ്റെ പോക്ക് മുഴുവൻ. തിയേറ്ററിലേക്ക് ഓട്ടിട്ടായിരിക്കും, തിയേറ്ററിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. കാരണം ഞങ്ങൾ സിനിമാക്കാരല്ലേ, ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം സിനിമ തിയേറ്ററിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതൊരു തിയേറ്ററിലേക്ക് ഞങ്ങളിപ്പോൾ ചേംബറൊക്കെ ആയിട്ട് നമ്മൾ സുഹൃത്തുക്കളുണ്ടല്ലോ, നമ്മുടെ സിനിമ നന്നായിട്ട് വന്നാൽ തിയേറ്ററിൽ എത്തിക്കാമല്ലോ, അല്ലേ? പറ്റില്ല എന്ന് നമ്മളെന്തിനാ വിചാരിക്കണം? നമ്മളെന്തിനാ അതിനകത്ത് ഓപ്റ്റിമിസ്റ്റിക് ആവാൻ പാടില്ലേ? അല്ലാതെ നമ്മളെന്തിനാ അത് അങ്ങനെ എത്തൂല എന്ന് വിചാരിക്കണേ. പക്ഷെ പടം നന്നായിട്ട് വന്നാൽ എത്തൂലേ? എത്തും. തിയേറ്ററുണ്ട്, ഞങ്ങൾ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യിക്കാം. അതിലുണ്ടല്ലോ ഇഷ്ടംപോലെ തിയേറ്റേഴ്സ്. ഭയങ്കര ഹിറ്റാവണം എന്നുള്ളതല്ല, ഒരു മീഡിയം റേഞ്ചിൽ ഇതിനൊരു ആവറേജ് ഉണ്ടാക്കി. കാരണം നമ്മൾ ഏതായാലും ഇത് പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുന്ന ഒരു സബ്ജക്റ്റല്ല. എന്ത് കിട്ടിയാലും അതിൽ തന്നെ ആവുക. ഞങ്ങളുടെ ജോബ് എക്യുപ്മെൻറ്റ്സുകൾ കൊണ്ടുവന്ന് എത്തിക്കുക, അതിന് വേണ്ട സഹകരണങ്ങളെല്ലാം ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുക. ബാക്കിയുള്ളവരെല്ലാവരും പല രീതിയിലുള്ള സഹകരണങ്ങളുണ്ടാവും. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം അതാണ്, ഇത് നോൺ പ്രോഫിറ്റുള്ള സപ്പോർട്ടാണ് ഈ കൊച്ചി മെട്രോ. അപ്പോൾ ഞങ്ങളിവിടെ അത് ചെയ്യുന്നതിനകത്ത് എന്ത് കിട്ടിയാലും അതിലേക്ക് തന്നെ പോകുന്നത്. അത് തന്നെ അമ്മയുടെ ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും, അടുത്ത സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിക്കും, ബാക്കിയുള്ള സംഘടനകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങൾ ഷെയർ ചെയ്യും, എല്ലാവരുമായിട്ട് ഒരുമിച്ച് പിന്നെ ഷെയർ ചെയ്യും ആദ്യ ഘട്ടങ്ങൾ കഴിഞ്ഞാൽ.
എല്ലാ സംഘടനകൾക്കും ബെനിഫിറ്റ് ആണ്. ഇപ്പോൾ ഒരുപാട് പ്രൊഡ്യൂസേഴ്സിന് ആഗ്രഹമുണ്ട് ഈ ഒരു മോഡൽ വിജയിച്ചാൽ ഈ ലോ കോസ്റ്റിൽ പടം എടുക്കാനായിട്ട്. അപ്പം ഞങ്ങളതിന് ബേസിക്കായിട്ട് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു ബാക്കപ്പ് ഓഫീസ് ഉണ്ടാക്കുന്നുണ്ട്. അത് ഹൈലി ടെക്നിക്കലായിരിക്കും, AI ബേസ്ഡ് ആയിട്ടുള്ള സപ്പോർട്ടുള്ള. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഹൈലി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ബഡ്ജറ്റിങ്ങിനെ വളരെ സയൻറ്റിഫിക് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ബാക്ക് ഓഫീസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ലൈക്ക് ഫിനാൻസ് മാനേജ്മെൻറ്റ് തൊട്ട് നമ്മൾ വന്നിട്ടുള്ള ലോജിസ്റ്റിക്സിനെ എല്ലാത്തിനെയും നമ്മൾ വന്നിട്ടുള്ള വളരെ പക്കയായിട്ട് അതാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇനി സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റിലല്ല ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എങ്ങനെ ഇതിനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്കറിയാം. ഞങ്ങൾ ചെയ്ത എല്ലാ ഫെസ്റ്റിവൽസും ഇപ്പം നമ്മൾ ചെയ്ത നിങ്ങൾ ആലോചിക്കുക, ആദ്യത്തെ നമ്മൾ ചെയ്ത എല്ലാ പ്രോജക്റ്റും ഭയങ്കര ഇന്നോവേറ്റീവ് അല്ലേ. നിങ്ങളൊക്കെ ഇപ്പോൾ നോൺ ആൽക്കഹോളിക് ന്യൂ ഇയർ പാർട്ടി ഗംഭീര ഇതാ ചെയ്ത ഹിറ്റായിട്ട്. അതേപോലെ 10,000 പേരെ കൊണ്ടുവന്നുള്ള ബൈക്ക് റാലി ഇവിടെ. അതേപോലെ തന്നെ IIT ഇവിടെ കൊണ്ടുവന്നിട്ട് IIT മദ്രാസിൻ്റെ ടെക് ഫെസ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെക് ഫെസ്റ്റാണ്. ആ ടെക് ഫെസ്റ്റിൻ്റെ ഒരു ചെറിയ രൂപം IIT മദ്രാസുകാരെ കൊണ്ട് ഇവിടെ ചെയ്യിപ്പിച്ച് ഇവിടെ ഫ്രീ ആയിട്ട് വന്നിട്ടുള്ള നമ്മൾ വന്ന ട്രെയിനിങ് പ്രോഗ്രാം IITക്കാരെ കൊണ്ട് ചെയ്ത് IITയുടെ സർട്ടിഫിക്കറ്റ് മേടിച്ച് കൊടുത്തില്ലേ. ഇവിടുത്തെ പല പിള്ളേർക്കും സാധ്യമല്ലാത്തത് നമ്മൾ ചെയ്തു കൊടുത്തില്ലേ ഈ കൊച്ചി മെട്രോയുടെ കീഴിൽ. അതേപോലെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന മറ്റൊരു പ്രവൃത്തിയല്ല വന്നിട്ട് മാർക്കറ്റ് യുവർ ടെക് ഫെസ്റ്റ് അല്ലെങ്കിൽ യുവർ ഫെസ്റ്റ്, ക്യാമ്പസ് ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ ലോ കോളേജിലെ ലോ ഫെസ്റ്റ് ആയാലും ടെക് ഫെസ്റ്റ് ആയാലും അങ്ങനെ മെഡിക്കൽ ഫെസ്റ്റ് ആയാലും എല്ലാത്തിനെയും ക്യാമ്പസ് ചെയ്യാനായിട്ട് ഫ്ലാഷ് മോബിൻ്റെ കോമ്പറ്റീഷൻ വെച്ചു ഒബ്രോ മാളിൽ. ഭയങ്കര ജനക്കൂട്ടം സ്റ്റുഡൻസ് വന്നൊരു സാധനമായിരുന്നു. അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഓരോ ഈ ബൈക്ക് റാലി ചെയ്തത് ഈ സിന്തറ്റിക് ലഹരിക്കെതിരെയായിരുന്നു അന്ന്. നമ്മൾ അതിനുവേണ്ടി നമ്മൾ ഓരോ വില്ലേജ് ഓരോ സിറ്റിയിലും പോയി ബൈക്ക് പ്രകടനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ റാലിയെ വിജയിപ്പിക്കാനായിട്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് വന്നിട്ട് ഇതുപോലത്തെ വന്നിട്ടുള്ള ഹ്യൂജ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പല പ്രോഗ്രാമുകളും നമ്മൾ ഇതിനകത്തേക്ക് വളരെ ശ്രദ്ധാപൂർവം ചെയ്ത് വിജയിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ UAEയുടെ നാഷണൽ ഡേ ഞങ്ങൾ UAEയിലായിട്ട് നിന്നാന്നെടുത്ത് UAEയിലാണ് തുടങ്ങിയത് 2016 തൊട്ട് കൊച്ചി മെട്രോ. അപ്പോൾ UAEയുടെ നാഷണൽ ഡേ നമ്മൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടാടിയത് നമ്മളാണ്. ആക്ച്വലി UAEയുടെ നാഷണൽ ഡേ UAEക്ക് പുറത്ത് ആദ്യമായിട്ട് വലിയ രീതിയിലേക്ക് ചെയ്തത് തന്നെ അവർ ഭയങ്കരമായിട്ട് ആഘോഷിച്ചു. ഇന്ത്യൻ സെലിബ്രിറ്റീൻ്റെ UAE നാഷണൽ ഡേ എന്ന് പറഞ്ഞാണ് ഗവൺമെൻറ് ഒഫീഷ്യൽ റിപ്പോർട്ട് വന്നത്. അതാണ് അവിടുത്തെ എല്ലാ പത്രവും അതിനെക്കുറിച്ചിട്ട് അത് ചെയ്തു. നമ്മളൊരു 100-200 പേര് വരുന്ന ഒരു ബൈക്ക് റാലിയാണ് പാലക്കാട് സംഘടിപ്പിച്ചത്. അതേപോലെ തന്നെ അവിടെ നിന്നൊക്കെ വന്ന ആൾക്കാർ വന്ന് എംബസിയിൽ നിന്നെല്ലാം വന്ന് നമ്മളൊരു 8 മിനിറ്റുള്ള ഒരു വീഡിയോ പ്രൊഡക്ഷൻസ് ഷെയ്ഖ് സായിദിനെ കുറിച്ചിട്ടുള്ള ഒരു സാധനം ചെയ്തായിരുന്നു. ബിഗ് സല്യൂട്ട് ദാറ്റ് ഫാദർ ഓഫ് നേഷൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അത്രയധികം ഭയങ്കര സംഭവം ഇതായിരുന്നു. അതിനെ പ്രവർത്തിച്ചുകൊണ്ട് അതിൻ്റെ ചരിത്രങ്ങളിലുള്ള മുഹൂർത്തങ്ങൾ വന്ന് അവരാണ് അതിൻ്റെ അകത്ത് റെയർ മെറ്റീരിയൽസ് തന്നെ ആ വീഡിയോ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഷെയ്ഖ് സായിദിൻ്റെ വന്നിട്ടുള്ള റെയർ ഫുട്ടേജുകൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് ഉൾപ്പെടുത്തിയിട്ടുള്ള നമ്മളൊരു പ്രോഗ്രാം നമ്മൾ ചെയ്തായിരുന്നു. അങ്ങനെ ഞങ്ങളൊക്കെ അങ്ങനത്തെ ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്താണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഒരു 1-2 പ്രോഗ്രാമുകളല്ല നമ്മൾ ചെയ്തത്. എല്ലാ ക്യാമ്പസുകളിലും പോയി ഫെസ്റ്റിവൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ എല്ലാ GCC കൺട്രീസിലും നമ്മൾ വർക്ക്ഷോപ്പുകൾ ചെയ്തിട്ടുണ്ട്. അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പാൻ ക്യാമ്പസ് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ഫിലിംസുകൾ കാണിച്ചുകൊണ്ട് ഇൻ്റർനാഷണൽ ഫിലിംസ് കാണിച്ചുകൊണ്ട് അതിൻ്റെ ചർച്ചകൾ വെച്ചുകൊണ്ട് അങ്ങനെ ഒരു കഴിഞ്ഞ 19 വർഷമായിട്ട് നമ്മൾ ആരെയും കൊച്ചി മെട്രോ 10 വർഷമായിട്ടും ഈ ഷോർട്ട് ഫിലിമിനെ ബേസ് ചെയ്തിട്ട് കൊണ്ടുവരികയും ഇതിനെ ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഈ ആന്തോളജി ആക്കിയപ്പോൾ ഷോർട്ട് ഫിലിം ആയപ്പോൾ ഞങ്ങൾക്ക് പരിചിതമായ ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും. പല കാര്യം കൊണ്ട് നമ്മൾ ആലോചിച്ചിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ വളരെ എല്ലാ കാര്യത്തിനും വന്നിട്ട് വളരെ ഡീപ്പ് പ്ലാനിങ് ഉണ്ടാവും. വളരെ നാളത്തെ പ്ലാനിങ്ങിലാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ അത് എക്സിക്യൂട്ട് ചെയ്തെടുത്ത് വിജയിപ്പിക്കുക എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ ഇതുവരെ എടുത്തിരിക്കുന്നതെല്ലാം നമ്മൾ വിജയിപ്പിച്ചിട്ടുണ്ട്. ഇതിനും നമുക്ക് വന്നിട്ടുള്ളതിന് കാരണം ഇത്രയും തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ഹൈപ്പുള്ള ഒരു സംഭവമാണ്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, ഇതിപ്പോൾ വളരെയധികം ഹൈപ്പുണ്ട് ഇതിനകത്തേക്ക്. ഈ ഒരു തോട്ടിനെ എല്ലാവരും വന്നിട്ട് സന്തോഷത്തോടെ കാണണം. നിങ്ങളത് ശ്രദ്ധിച്ചോ? ഇതിലൂടെ വന്നിട്ടുള്ളതിനകത്ത് നമ്മളൊരു കൂട്ടായ്മ സിനിമയ്ക്ക് ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു തോന്നൽ എല്ലാവരും മൈൻഡിലേക്ക് ഉണ്ടാക്കിയില്ലേ അല്ലേ? ഇതിനു മുമ്പുണ്ടായിരുന്ന ആ ഫ്രിക്ഷൻ പെട്ടെന്ന് ഇല്ലാതായില്ലേ? ഇപ്പോൾ വന്നിട്ടുള്ള ഒരു ശാന്തതയുണ്ട് അല്ലേ? മറ്റേതെന്ന് പറഞ്ഞാൽ ഇന്നും നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് അവിടെ തമ്മിൽ എന്താ ഇവിടെ എന്തായി എന്ന് ചോദിക്കുന്നതിന് പകരം ഇന്ന് അതല്ലല്ലോ, ഇതൊരു നിമിത്തമായിട്ട് മാറുകയാണ്. അതാണല്ലോ ഇതിൻ്റെ ഏറ്റവും വലിയ സക്സസ്. അതിന് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓഡിയൻസ്
നിങ്ങളാണ് ഞങ്ങളുടെ കൂടെ നിൽക്കേണ്ടത്. നമ്മൾ ഒരുമിച്ച് നമ്മുടെ കഥകൾ, നമ്മുടെ ഈ ഫാമിലി സ്റ്റോറീസ് ഇന്ന് ഈ നാടിന് ആവശ്യമാണ്. ഇന്ന് നമ്മളിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം വന്ന് നമ്മൾ വേറിട്ട് പോകുന്നതിന് പല കാരണങ്ങളുണ്ട്. നമ്മൾ അതിനകത്തുള്ള ഈ ബന്ധങ്ങളുടെ ഇല്ലായ്മയാണ് നമുക്ക് വന്ന് പല കാര്യങ്ങൾക്കും വന്നൊരു വഴി തെളിച്ചിരിക്കുന്നത്. പല കാരണങ്ങളാലായിരിക്കും അത് സംഭവിച്ചതാണ്. അപ്പോൾ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ വന്നിട്ട് പലതാണ്, മനസ്സിലായ? ആ ആഗ്രഹങ്ങൾ നമ്മൾ വന്നിട്ടുള്ള ഒരു വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ മാറുമ്പോൾ ഉണ്ടാകുമ്പോൾ ബന്ധങ്ങൾക്ക് കാര്യങ്ങളില്ലാതായിത്തീരും, ബേസിക്കായിട്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ ആ പടത്തിൽ തന്നെ നാണയത്തിൽ തന്നെയുണ്ട്. അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു രീതിയിലേക്ക് അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ശരിക്കും വളരെ നാച്ചുറലായിട്ട് സ്വത്ത് തർക്കത്തിലൊക്കെ വരുന്ന ഓരോരുത്തരുടെ ഇടപെടൽ, ഇതെല്ലാം ഞാൻ പറഞ്ഞ ജനറേഷൻ ഗ്യാപ്പ്, ഇതൊക്കെയാണ് ഒറ്റപ്പെടുത്തുന്നത്. ഈ ആ ഒറ്റപ്പെടുത്തലുകളിൽ നിൽക്കുന്നതിനകത്തേക്കുണ്ടാവുന്നത് ഇന്ന് മാറി യഥാർത്ഥത്തിൽ അതിനെ നമുക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. മലയാളിക്ക് അതറിയാം, മലയാളിക്ക് ഒരുമിച്ച് വരാൻ അറിയാം. മലയാളി അത് കാണിച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളപ്പൊക്കത്തിൽ കണ്ടു, അത് വയനാട് കണ്ടു, മറ്റ് എല്ലാ ലോകവും ഉറ്റുനോക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മളെ ആശ്ചര്യത്തോടെ നോക്കുന്ന രീതിയിലേക്ക് നമ്മൾ ഒത്തൊരുമിച്ച് നമ്മൾ തോളോട് തോട് കൊടുത്ത് നമ്മൾ നിന്നിട്ട് നമ്മൾ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല ഉറപ്പാണ് ഇപ്പോൾ നടക്കുന്ന ഈ സിന്തറ്റിക് ഡ്രഗിനോടുള്ള യുദ്ധം ഉണ്ടല്ലോ, മലയാളി തോന്നി അവരടിച്ചില്ല, അതില്ലാതാക്കൂടെ. ഇതിപ്പോഴാണ് അതിനകത്തുള്ളൊരു സീരിയസ്നെസ് വന്നേക്കണേ. അപ്പോൾ ഇത്തരം ഫാമിലി സ്റ്റോറീസ് അതിൻ്റെ ഒരു നിമിത്തമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഈ റൈറ്റ് ടൈമിൽ ഇത് അനൗൺസ് ചെയ്യുക, ഇതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതിനകത്ത്. ഈ ഫാമിലി സ്റ്റോറീസിനെ കുറിച്ചിട്ട് ഫാമിലി സ്റ്റോറീസ് എന്നുള്ളൊരു പേര് തന്നെ ശരിക്കും വന്നിട്ട് വളരെ ഹാർട്ട് വാമിങ്. അത് തന്നെ, അത് ഭയങ്കരമായിട്ടുള്ള ഒരു രീതിയിലേക്ക് അത് വന്നിട്ടുണ്ട്. ഏതാണ് അതിന് ഒരു മോറൽ കോഴ്സ് ഉണ്ട്, മലയാളികൾ അത് ഏറ്റെടുക്കട്ടെ. നേരത്തെ തീർച്ചയായിട്ടും. താങ്ക് യു വെരി മച്ച്.